ഇനി ഞാനൊരു 10 പൈസ സമ്പാദിച്ചിട്ടില്ല. ഒരു 10 പൈസ ഇപ്പം ഞാൻ 4 സെന്റിൽ താമസിക്കുന്നു. ഒരു പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. ആന വേട്ട ആടി വരുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ ഒരാൾക്ക് കയ്യോ കാലോ തളരും. കുറ്റങ്ങൾ ചെയ്താൽ ദൈവം തരുന്ന ഒരു ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. കാട്ടിലൊക്കെ വെച്ച ഒരു പെണ്ണുങ്ങളെ കന്നാലിനക്കാരെ ഒക്കെ കണ്ടാൽ അത് തായി അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും വീരപ്പനും ഉപദ്രവിക്കില്ല. കാക്കിയുടെ ഒരു തുണി കണ്ടാൽ മതി കാട്ടില്ല, അവൻ ആരായാലും വേണ്ടില്ല, ഞാൻ വെടിവെക്കും. എനിക്കത് ആനേനെ பார்த்துருக்காரு புருஷன்னான்னு ചോദിച്ചു. ഞാൻ പറഞ്ഞു വര വഴിയിൽ അങ്ങ് பார்த்துருக்க വീരപ്പണ്ണാന്ന് പറഞ്ഞു. 5 മിനിറ്റ് വെയിറ്റ് பண்ணுங்க എന്ന് പറഞ്ഞ് അവന് ഓടിപ്പോയിട്ട് ഒരു ആനയ്ക്കിട്ട് ഒറ്റ വെടിയാണ്. അപ്പം അവിടെ വീണു. അങ്ങനെ ഞാൻ ആന വെടിവെക്കുന്നത് കാണുന്നത്. ആദ്യമായിട്ട് പുരുഷോത്തമൻ കാട്ടിലേക്ക് കയറുമ്പോൾ, ഫസ്റ്റ് ചന്ദനം വെട്ടാനായിട്ട് കാട്ടിലേക്ക് കയറുമ്പോൾ എന്തായിരുന്നു കേരളത്തിലെ കാടുകളുടെ ഒരു അവസ്ഥ? എന്തായിരുന്നു? ചന്ദനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു, എന്തായിരുന്നു? കേരളത്തിലല്ല, കേരളത്തിൽ വന്ന ചന്ദനം കേരളത്തിൽ അന്നേരം വെട്ടില്ലല്ലോ. അവിടെ പച്ച മരങ്ങളും ഉണക്ക മരങ്ങളും ഇടകലർന്ന് നിൽക്കുകയാണ് ഇഷ്ടംപോലെ. നമ്മളിപ്പോ തേക്ക് വെച്ച് പിടിപ്പിച്ചില്ലേ, അത് ഈ പക്ഷികൾ തിന്ന് കുരു കൊണ്ടത് തൂറും. അതില് മുളച്ചു വരുന്ന നട്ടുണ്ടാക്കിയതല്ല, ഫുള്ള് ചന്ദനം മുളച്ച് ഇഷ്ടംപോലെ ചന്ദനം. ഞാൻ പറഞ്ഞില്ലേ, ഈ മുള വെട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഈ ചന്ദനം ആ കാട്ടിൽ നിന്ന് മുറിച്ച് കടത്തിയത് ഈ ബിർള കമ്പനിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പോയി ചന്ദനം മുറിക്കാൻ പോകുന്നതും. ചന്ദനം അന്ന് 2 ദിവസം 3 ദിവസം കൊണ്ട് ചന്ദനം മുറിച്ച് കൊണ്ടുവരും. ഈ കുറിമംഗലം, എടയാല്, ആ ഭാഗത്തൊക്കെ പോയാൽ, ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കൊടുവിൻ്റെ അതിർത്തിയൊക്കെ ഉണ്ട്. കൊടുക് കാട്ടിലൊക്കെ തിത്തുമത്തി, അന്തർസന്ത, അതെല്ലാം കൊടുകുകാടാ. നാഗറോള, അവിടെയൊക്കെ ചന്ദനം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ആ കൊടുകര് തന്നെ മുറിച്ച് ഈ മലയാളത്തുകാർക്ക് വണ്ടിയിൽ കൊടുക്കലുണ്ട്. അവസാനം കൊടുകര് ചന്ദനമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ നല്ല മുരിക്കിൻ്റെ തടി നല്ല വെട്ടി 3-4 ചന്ദനം 3-4 ഇനത്തിൻ്റെ മുകളിൽ ഫുള്ള് മുരുക്കുമരം വെക്കും. വന്ന് നോക്കണ ആള് ഇത് ചന്ദനം തന്നെ, രാത്രിക്കല്ലേ, ചന്ദനം അല്ല എന്നൊന്നുമില്ല. ജീപ്പിലേക്ക് മുരുക്കുമരം പോലും കയറ്റി കൊടുക്കന്മാര് അതുപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊടുക്കന്മാരുടെ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ചന്ദനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന്. പിന്നെ കേരളത്തിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൈസൂർ ഇങ്ങനെ പട്ടാണികൾ ചന്ദനം എടുക്കുന്നത്. അങ്ങനെ മൈസൂറിലേക്ക് പോയി. ഇവിടുന്നൊക്കെ പിന്നെ കേരളത്തിലേക്ക് വരല് കുറവായി. ഒക്കെ മൈസൂർ, ഞാൻ പറഞ്ഞല്ലോ, ഈ ബാംഗ്ലൂർ കല്ലള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പട്ടാണികളാണ് ഏറ്റവും കൂടുതൽ ചന്ദനം. ഈ ഗുണ്ടൽപേട്ട, നെഞ്ചനംകോട്, ആസൻ, ഷീമുക, ആ ഭാഗത്തൊക്കെ എന്തോരം ചന്ദനം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആസനിൽ ഇഞ്ചി കൃഷിക്ക് പോയായിരുന്നു. അവിടെ ഫുള്ള് ചന്ദനമായിരുന്നു. ഷീമുകയിലൊക്കെ ഇതിൻ്റെ ചന്ദനം മുറിക്കുന്ന ആൾക്കാർ അവിടെ മുറിച്ച് അട്ടിയിട്ട് കൊടുത്താൽ അവർ വണ്ടി വന്ന് കയറ്റി മൈസൂരിലേക്കും ബാംഗ്ലൂർക്കും പോക്കാ. അങ്ങനെ ചന്ദനം ഈ മൈസൂർ സ്റ്റേറ്റിൽ ചന്ദനം ഫുള്ള് തീർന്നത് നമ്മുടെ മലയാളത്തുകാരും കർണാടകത്തുകാരും തമിഴരും. പിന്നെ തമിഴിൽ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങി ബസ്സിലൊക്കെ ചന്ദനം ഇങ്ങോട്ട്. ഊട്ടി വഴിക്ക്, ഗൂഡല്ലൂർ വഴിക്ക്, പിന്നെ ഈ ദിമ്പം ചെക്ക് പോസ്റ്റ് വഴി. ഇപ്പം ചന്ദനം ഉണ്ടെങ്കിലും മൈസൂരിൽ അവിടെ എവിടെയൊക്കെ എടുക്കലുണ്ട്. ഇപ്പൊ പറഞ്ഞു കേട്ടതാണ്, എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വയനാട്ടിന്റെ മുകളിലേക്ക് ചന്ദനം അധികം എടുക്കല്ല, ചന്ദനം തീർന്നു. ഇപ്പൊ ചന്ദനത്തിന്റെ ഒരു കഷ്ണം കണ്ടാലും ഉദ്യോഗസ്ഥന്മാര് ഇപ്പൊ ഈ കഞ്ചാവും ഇതൊക്കെ എടുത്ത് വരും. അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് കൃഷിക്കാർ ഇവിടെ മൈസൂരിൽ വന്നിട്ട് 1 കൊല്ലത്തിനും 2 കൊല്ലത്തിനും ഒക്കെ സ്ഥലങ്ങൾ എടുക്കും. മൈസൂർ സ്റ്റേറ്റിൽ ഈ ഇവിടെ ഗുണ്ടൽപേട്ട, തൃക്കണാമ്പി, കൊങ്കള്ളി, അവിടെയൊക്കെ മലകളുടെ സൈഡും. പിന്നെ ഈ പരിപ്പിൻ്റെ ചെടി ഇതിലുണ്ടല്ലോ, തോരപ്പരിപ്പും മല്ലികച്ചെടിയൊക്കെ ഉള്ളതിൻ്റെ ഉള്ളിലേക്ക് ഈ കഞ്ചാവ് ചെടി നടും. കഞ്ചാവ് ചെടി നട്ട് 3 മാസം 4 മാസം കൊണ്ട് പൈസയായില്ലേ. ഒരു ചെടി ഒരു ചെടിയിൽ നിന്ന് 2-3 കിലോ ഒക്കെ കിട്ടുന്ന ചെടിയുണ്ട്. അത് 100 ചെടി വളർന്ന പോരെ. എത്രയോ ആൾക്കാർ ഇടുക്കിയിൽ നിന്ന് വന്നിട്ട്
നീലച്ചടയനോ വേറെ എന്തൊക്കെ ചടയൻ്റെ പേര് പറയണേക്കാം. അതൊക്കെ നട്ടുണ്ടാക്കി കർണാടക സ്റ്റേറ്റിൽ നിന്ന് തന്നെ പിടിച്ചും പോയിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിലും ഈ ഗൂഡല്ലൂര് ചന്ദനമല, തലമല എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഈ കഞ്ചാവ് വളർന്നിട്ടുണ്ട്. ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ലോഡ് കണക്കിന് അവിടുന്ന് ആൾക്കാർ കയറ്റി പോയിട്ടുണ്ട്. അതെങ്ങോട്ടാ കയറ്റി പോണേന്നറിയില്ല. വയനാടിൻ്റെ മുകളിലേക്കും ഈ താമരശ്ശേരി, പിന്നെ കണ്ണൂര്, ആ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് തന്നെ ഈ കഞ്ചാവ് പോയിട്ടുണ്ട്. ഒരു 100 ചാക്കൊക്കെയാണ് ഒന്നിച്ച പോണത്. ഊട്ടി ഈ ചന്ദനമല എന്ന സ്ഥലമുണ്ട്, ആറാട്ടുപാറ. അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം കാണും. ആ സ്ഥലത്തിൻ്റെ താഴെയൊക്കെ ഈ കഞ്ചാവ് വളർന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വളർത്തിയിട്ടുണ്ട് ആൾക്കാർ. കണ്ടിട്ടുണ്ടോ? പുരുഷേട്ടൻ കണ്ടിട്ടുണ്ടോ കാട്ടിൽ അങ്ങനത്തെ? കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചന്ദനത്തിന് പോണ വഴിക്ക് അവിടെയൊക്കെ ഈ ഊട്ടി കോടമ്പക്കത്തിൻ്റെ നേരെ താഴെ വെള്ളം ഒഴുകുന്ന ഒരു തോടുണ്ട്, ഈ മായാർ പുഴയിലേക്ക് വരുന്ന. അതിൻ്റെ സൈഡിൽ കൂടി നായക്കന്മാർ 2-3 തോക്കും ഇങ്ങനെ കാവലിരുന്നിട്ട് ഇത് കൃഷി ചെയ്ത് ഇഷ്ടം പോലെ കൃഷി ചെയ്ത് തലച്ചുമടായിട്ട് മുകളിലേക്ക് കയറ്റി. അതിൽ വണ്ടി വരില്ലല്ലോ. എന്നിട്ട് ഊട്ടി കൂക്കൽത്തോര ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകും ഊട്ടി. അത് ഏത് ഭാഗത്തേക്ക് കഞ്ചാവ് പോണേന്നറിയില്ല. അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എസ്റ്റേപ്പുകാർ വന്നതിന് ശേഷമാണ് ആ കഞ്ചാവ് കൃഷിയൊക്കെ അവിടെ നിന്ന് പോയത്. നായക്കന്മാർ ഒക്കെ ഓടിക്കുകയോ വെടിവെക്കുകയോ ഒക്കെ ചെയ്ത് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചന്ദനം വെട്ടിയിട്ടുണ്ട്, കഞ്ചാവിന്റെ ഇത്തരം കൃഷികൾ കണ്ടിട്ടുണ്ട്. ആനയെ വെടിവെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആന വെടിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? ആ സംഭവം ഞങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് എനിക്കത് ആനേനെ പാത്തിരിക്കായിരുന്നു. പുരുഷണ്ണാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വര വഴിയിൽ അങ്ങ് പാത്തിരിക്ക വീരപ്പണ്ണാന്ന് പറഞ്ഞു. 5 മിനിറ്റ് വെയിറ്റ് പണ്ണുങ്ങ എന്ന് പറഞ്ഞ് അവന് ഓടിപ്പോയിട്ട് ഒരു ആനയ്ക്കിട്ട് ഒറ്റ വെടിയാണ്. അപ്പം അവിടെ വീണു. അങ്ങനെ ഞാൻ ആന വെടിവെക്കുന്നത് കാണുന്നത്. അങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അവർ വെട്ടിപ്പൊളിച്ചെടുത്തോണ്ട് വരും. അങ്ങനെ അവരുടെ വെടിവെക്കുന്ന കണ്ടിട്ടുണ്ട്. വേറെ ആൾക്കാർ വെടിവെക്കുന്ന കണ്ടിട്ടില്ല. ഈ കാട്ടിൽ എങ്ങനെയാണ് പുരുഷോട്ട വഴി തെറ്റാതെ പച്ചവെള്ളം പോലെ അറിയാം പുരുഷോട്ടിന് കാട്? എങ്ങനെയാണ് ആ രീതികൾ, എങ്ങനെയാണ് കാടിന്റെ? ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മലകളിൽ ലക്ഷ്യം വെക്കും. പിന്നെ ഇവിടുന്ന് മലയില്ലാത്ത സ്ഥലത്തൊക്കെ മരത്തിൽ 2 സൈഡിലും കൊത്തി അടയാളം പെടുത്തും. തോല് കളയും, മരത്തിന്റെ തോല്. ഇവിടുന്ന് ഒരു മരത്തിന്റെ തോല് കളഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്തെ ഒരു മരത്തിന്റെ തോല് ഇങ്ങനെ കളഞ്ഞ് വഴി ലക്ഷ്യം വെക്കും. എന്നിട്ട് മലകളില്ലാത്ത സ്ഥലത്ത് നിരപ്പ് സ്ഥലം ഈ കൊത്തിയ മരം നോക്കി തിരിച്ചു വരും. പിന്നെ അങ്ങോട്ടൊക്കെ ഭയങ്കര മലകളാണ് ഉള്ളത്. ആ മല ലക്ഷ്യം വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഈ സ്ഥലം നോക്കിയിട്ട് ആ മല നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കും ഈ മല ഏതാന്ന്. അങ്ങനെ മലകൾ ലക്ഷ്യം വെച്ച് അങ്ങനെ പോകും. പുഴയുടെ ഒഴുക്ക് അല്ലേ? പുഴ ഒഴുകുന്ന ഇങ്ങോട്ട് ഒഴുകുകയാണെങ്കിൽ നമ്മൾ കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ടാന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും. പിന്നെ അങ്ങോട്ട് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിലേക്ക് അത് പോകുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ പുഴയുടെ ഒഴുക്കുകളും മലകളും നോക്കിയിട്ടാണ്. നമുക്ക് മേപ്പൊന്നും വേണ്ട. എല്ലാവരും നമ്മളിപ്പോൾ ഇവരുടെ ഇൻഫർമേഷനായി പോകുന്ന സമയത്ത് അവർ മേപ്പ് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ മേപ്പ് വേണ്ട. കാടിൻ്റെ ഓരോ മലകളുടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീരപ്പന്റെ സംഘത്തിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായത് കേട്ടിട്ടുണ്ട്. അത് മലയാളികൾ 2-3 മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷിലത്തെ മലയാളി ചന്ദ്രനാണ്, മകിടിച്ചന്ദ്രൻ എന്ന് പറഞ്ഞ. അവര് 3-4 ആൾ കൂടിയിട്ട് ചന്ദനത്തിന് പോണ സമയത്ത് അവരെ കണ്ട് അവരുടെ കൂടുതൽ കൂടി ഈ മകിടിച്ചന്ദ്രൻ. അപ്പൊ മകിടിച്ചന്ദ്രൻ അവിടെയുള്ള സമയത്താണ് ആ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് വെടിവെക്കുന്നത്. ചിദംബരത്തിന് വെടിവെക്കുന്നത് അവൻ സാക്ഷിയാണ്. അത് ഇവന് ഈ ആ ഉദ്യോഗസ്ഥൻ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞു. 50,000 ഉറുപ്പ്യ ആ 50,000 ഉറുപ്പ്യ കൊടുത്തു. അപ്പോൾ ലോറി കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഇത് പോരാ, പൈസ ഒരു 50,000 ഉറുപ്പ്യ തന്നാലേ ലോറി എടുക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്
അയാളെ വെടിവെക്കുന്നത് ഉദ്യോഗസ്ഥന്മാര്. അതില് ഈ ചന്ദ്രനുണ്ട്. ചന്ദ്രനെ എന്നിട്ട് ഇവര് പിടിച്ച് കൊണ്ടുപോയി എസ് ടി എഫുകാര് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മാപ്പുസാക്ഷിയാക്കി അവനെ ഈ തിരയാന് വിടുകയായിരുന്നു. കാട്ടിലേക്കും ഓരോ രാജ്യങ്ങളിൽ എവിടെ അവന്റെ ആൾക്കാർ എവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് പറഞ്ഞു വിട്ടു. ഈ ഇത് അതിക്ക് മുമ്പ് തന്നെ ഈ വീരപ്പനോട് 50,000 ഉറുപ്പ്യ മേടിച്ച് സാധനം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലീസാണ് ഈ എസ്.ടി.എഫിന്റെ കൂട്ടത്തിൽ ഇവൻ കൂടുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എസ്.ടി.എഫ് എന്നെ കൊണ്ടുപോയിട്ട് പുളിഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പുണ്ട്. ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന അവിടെ ക്യാമ്പ് പരശിവ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് എസ് ഐ. ഞങ്ങൾ 10-32 ആളുണ്ടായിരുന്നു. പുളിഞ്ചൂര് കൊണ്ടുപോയി അവിടെ ഞങ്ങൾ താമസിച്ച് അവർ തിരയാൻ പോകും. ഞങ്ങളവിടെ നമ്മളൊന്നും തിരയാൻ കൊണ്ടുപോയില്ല, നമ്മളവിടെ ഉണ്ടാവും. അവർ തിരഞ്ഞ് ഒക്കെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായി. പിന്നെ നമ്മൾ അവിടെ അവർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ തന്നെ വഴികാട്ടിയായിട്ടൊന്നും എന്നെ കൊണ്ടുപോകലില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് ഒരു കടലാസ് തന്നു. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അന്വേഷിച്ച് കുറേ കാലം നടന്നു. എവിടെ കിട്ടാനും ഒന്നും കിട്ടാനും ഇല്ല, ഒന്നും ഇല്ലാണ്ടായിപ്പോൾ 2.5 വർഷം വരെ ഞാൻ അവരുടെ കൂട്ടത്തിൽ നടന്നു. ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അവിടുന്ന് പോരുക ചെയ്തത്. പിന്നെ ഇവരെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അതിക്ക് മുമ്പാണ് ഈ വീരപ്പൻ അങ്ങേറ്റം പോയാൽ ഒരു 500 ആനേനെങ്കിലും ഒരിക്കലും വെടി വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഇപ്പോൾ പറയുന്നത് അവന് 20,000 ആനേനെ വെടിവെച്ചു. ഒരു 10-20,000 വലിയ ചന്ദനമരം വെട്ടി കയറ്റി. ചന്ദനമൊക്കെ നമ്മുടെ മലയാളത്തുകാർ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്നത് ഫുള്ളും വീരപ്പന്റെ പേര് പറഞ്ഞ് വീരപ്പനെ അവര് തൂക്കിലിടുകയാണ് ചെയ്യുന്നത്. വീരപ്പൻ അത്ര വലിയൊരു ഭീകരനൊന്നും അല്ല. അവനെ കണ്ടും നമ്മളൊക്കെ എത്ര ഇത് കാട്ടിലേക്ക് വെച്ച ഒരു പെണ്ണുങ്ങളെ കന്നാലിനക്കാരൊക്കെ കണ്ടാൽ അത് തായി അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും വീരപ്പനെ ഉപദ്രവിക്കില്ല. കാക്കിയുടെ ഒരു തുണി കണ്ടാൽ മതി കാട്ടില്ല, അവൻ ആരായാലും വേണ്ടില്ല, ഞാൻ വെടിവെക്കും. അവന് ആ സമയത്ത് തന്നെ അവന് ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ആസന്നൂരിൽ നിന്ന് കർളയെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആസന്നൂരിൽ നിന്ന് ബംഗളൂർ റൂട്ട്. ആസന്നൂർ കഴിഞ്ഞ് ഇടത്തേക്ക് വരും കർളയം. 9 ആളെ അവന് ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് 9 ആളെ ഒറ്റ രാത്രി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. അതിൽ ഒരാൾ മരിച്ചിട്ടില്ല. അതിൽ അന്നേരം ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്, എസ്.ടി.എഫിന്റെ കൂട്ടത്തിലുണ്ട്. ദിമ്പം ചെക്ക് പോസ്റ്റിലായിരുന്നു അന്ന് അവർ ക്യാമ്പ് അടിച്ചിരുന്നത്. അവിടുന്ന് ബണ്ണാരി, ദിമ്പം, പിന്നെ ബണ്ണാരിയുടെ താഴെ ഒരു പുഴയുണ്ട്, തെങ്ങുമരാട് അല്ലി എന്ന് പറയും, മായാർ പുഴ. ആ ഭാഗത്തൊക്കെ ഇവൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഈ എസ്.ടി.എഫുകാർ വന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ കാട്ടിലെ ഒരു സാധനം, അവന് ഇറച്ചിയൊക്കെ വെടിവെക്കും. അല്ലാതെ ചന്ദനത്തിന് ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാർ എവിടെ കണ്ടാലും വെടിവെക്കാനുള്ള ഓർഡറല്ലേ. അതുകൊണ്ട് അവൻ കുന്നിൻ്റെയും മലയുടെയും മുകളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ BSFുകാരൊന്ന് വെടിവെപ്പുള്ള സമയത്ത് എന്നെ സംഘർബിദ്രി DAG, തമിഴ്നാട്ടിൽ ഒരു DAG ഉണ്ട്. DAG വന്ന് വഴി അറിയുന്ന ഒരാളെ പുരുഷോത്തമനെ വിടുന്ന് പറഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, കുന്നിൻ്റെ മുകളിൽ കൂടി പോകണം, താഴെ കൂടി പോയാൽ വെടി തട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് BSFുകാർ എന്നെ അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ സത്യമംഗലം എത്തിയപ്പോഴത്തേക്ക് ഇവിടെ വെടിവെപ്പുണ്ടായിരുന്നു. BSFുകാരുടെ കാലും കൈയൊക്കെ ഒടിഞ്ഞു. കുറേ ആൾക്കാർ 1-2 ആൾ മരിക്കുകയൊക്കെ ചെയ്തു ഈ തലമല ഭാഗത്താത്. അപ്പോഴേ ഞാൻ സത്യമംഗലത്ത് എത്തുമ്പോൾ ഇങ്ങനെ വെടിവെപ്പുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് എന്നെ അവരിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിലൊക്കെ സാമ്രാജ്യ നഗരം ആശുപത്രിയിൽ കൊണ്ടുപോയി, കൊള്ളേക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ
ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് തന്നെ വിട്ടു. പുരുഷന് വീരപ്പൻ ഇഷ്ടമായിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു. ആരെ ഉപദ്രവിക്കില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ഇറച്ചി വേണമെന്ന് വെച്ചാൽ ഇറച്ചി അടിച്ചു തരും. പിന്നെ പോത്ത് വേണമെങ്കിൽ പോത്ത് അടിച്ചു തരും. ഒറ്റ വെടിക്ക് പന്നിയാണെങ്കിൽ പന്നി ഒറ്റ വെടിക്ക് ഈ ഊഞ്ഞാലാടി പോകുന്ന കുരങ്ങിനെ വരെ ഒറ്റ വെടിക്ക് അവൻ താഴ്ച അടിക്കും. അവന്റെ കയ്യിൽ എപ്പോഴും ഈ മൂളിക്കുരങ്ങുണ്ടല്ലോ. മൂളിക്കുരങ്ങ് പറഞ്ഞാൽ അറിയോ? കറുത്ത കുരങ്ങ്. കറുത്ത പോലെ. കരിങ്കുരങ്ങല്ല, കറുത്ത കുരങ്ങും. മൂളുന്ന ഒരു സൈസ് കുരങ്ങുണ്ട്. ആ കുരങ്ങിന് വെടിവെച്ചിട്ട് എപ്പോഴും അത് ഉണക്കിയിട്ട് കൈയും കാലും അവരുടെ കയ്യിലുണ്ടാവും. എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ കൂടുന്ന സ്ഥലത്ത് ചൂടാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കഷായമായിട്ട് കുടിക്കും. അതുകൊണ്ട് അതിന് അവരുടെ ശരീരത്തിൽ നിന്നൊരു ഇതും വരാത്തത്. വീരപ്പന് പച്ചമരുന്നൊക്കെ വീരപ്പന് കാട്ടിലത്തെ പച്ചമരുന്ന് ഒരു പാമ്പ് കടിച്ചാലും എന്ത് തേൾ കടിച്ചാലും ഒക്കെ മരുന്ന് വീരപ്പൻ അറിയാം. വീരപ്പന് അതുപോലെ തന്നെ ഇത് മരുന്ന് ചെയ്യും. പിന്നെ നല്ല പാട്ട് പാടും, ഡാൻസ് കളിക്കും. വീരപ്പൻ അവരുടെ ജാതിയുടെ കല്യാണത്തിന് കല്യാണ പാട്ട് പാടും. നമ്മുടെ കൂട്ടത്തിലിരുന്ന് നമ്മൾ 3-4 ദിവസം കഴിയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചന്ദനമൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ച് യാത്ര പറഞ്ഞു പോരും. അതേപോലെ തന്നെ അങ്ങോട്ടും ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞ് ആ സമയത്ത് അവിടെ ചെല്ലും. ഇത്രയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് STFന്റെ ഇൻഫോർമർ ആയി മാറുന്നത്? എങ്ങനെയാണ് പിന്നെ അത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിരുന്നോ? അതോ ഇഷ്ടം കൊണ്ട്? അല്ല, വഴി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി അറിയാൻ വേണ്ടിയിട്ട് DAG ഓരോ ബസ്സിലുള്ള ഒരു 32-40 ആൾക്കാരെ കൊണ്ട് ഒരു ബസ്സിൽ, ആ ബസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർ അർച്ചിബ എന്ന് പറഞ്ഞൊരു SIന്റെ കൂട്ടത്തിലാണ് എന്നെ ഫസ്റ്റിൽ വിടുന്നത്. അത് ഇവിടെ പുളിഞ്ചൂര് അവിടെ കൊണ്ടുപോകും. ഇവർ രാവിലെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ തരാൻ വേണ്ടി പോകും. നമ്മളെ തരാനൊന്നും കൊണ്ടുപോയില്ല. നമ്മളവിടെ അവർക്ക് വെള്ളം എടുക്കാനും ഇതെടുക്കാനും ഒക്കെ അവിടെ ആക്കിയിട്ട് അവർ പോകും. അവർ പോയ ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ 2-2.5 വർഷം വരെ ഞാൻ ഈ കർണാടക STFന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ വിജയകുമാർ വരുന്നതിന് മുന്നേ ഇരുന്ന ഒരു DAG ഉണ്ട്. അപ്പൊ ആ DAGയും പറഞ്ഞു, നിങ്ങൾ നല്ലോണം നോക്കി നടന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ തരാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂട്ടത്തിലും പോയി. അന്ന് ഞാനുള്ള സമയത്തൊന്നും ഒരു ലക്ഷ്യവും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് തമിഴ്നാട്ടുകാർ ഒരു പൈസയും തരുന്നില്ല. മാതേശ്വരവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അമ്പല. നമ്മുടെ ഈ ശബരിമല പോലെ ഒരു അമ്പലമാണ് മാതേശ്വരവട്ട. അവിടെ വന്ന് ഞാൻ പോവാന്ന് പറഞ്ഞ് അവർ പൈസ തന്ന് നമ്മൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ എനിക്ക് അവരായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അപ്പോ എന്താണ് വീരപ്പൻ അവസാനമായിട്ട് കാണുന്നത്? എപ്പോഴാണ്? അവസാനം വർഷങ്ങളൊന്നും ഓർമ്മയില്ല. 2004 വീരപ്പൻ കൊല്ലപ്പെടുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ഒരു 6 കൊല്ലം 7 കൊല്ലം തെരഞ്ഞു. അതിനുശേഷം അതിക്ക് മുമ്പ് കണ്ട കാര്യം ഓർമ്മയില്ല. അന്ന് കണ്ടത് കൊങ്കള്ളി വെട്ടത്തിന്റെ അടുത്താണ്. കണ്ടിവിടെ വരുമ്പോൾ പേപ്പറിലൊക്കെ ഫുള്ളായിട്ട് പരസ്യമല്ലേ, വീരപ്പനെ തെരച്ചിലിന് പോയാൽ ഞാൻ വഴി അറിയുന്നവർ പോവാന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ പോയി. പിന്നെ ആ പൈസ ഒന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. വീരപ്പൻ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ആരെങ്കിലും ആ പഴയ ആളുകളെ ആരെങ്കിലും കാണുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, കാണാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ ചിക്കാറിന് പോയായിരുന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം തലമല മുതുമല എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് തന്നെ, ഗൂഡല്ലൂരിന്റെ ഇപ്പുറത്ത്. അവിടെ പോയിപ്പോ ഞാൻ വേട്ടയ്ക്ക് പോയപ്പോ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഞാൻ ഓടാൻ പറ്റില്ല. എന്നെ പിടിച്ചിട്ട് പോയി 3 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാസം ഉണ്ടായിരുന്നത് മാതേശ് എന്ന് ഒരു വീരപ്പന്റെ ജ്യേഷ്ഠനുണ്ട്, മാതേശ് എന്ന് പറഞ്ഞ്. അവരെ ഞാൻ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവര് അല്ലാതെ വേറെ അവരുടെ ആൾക്കാരെ കാണാനും എനിക്ക് പറ്റിയിട്ടില്ല. അവരൊക്കെ തെറ്റ് ചെയ്യാണ്ട് തന്നെ ഉള്ളിൽ കിടന്നു മരിച്ചുപോയി. ഈ വീരപ്പൻ ഗാംഗിലെ സേത്തുക്കുളി ഗോവിന്ദൻ എന്ന് പറയുന്ന അവരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവനെ ഏത് സമയത്ത് ഒരു തോക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട്
ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കും. അവനാണ് ഏറ്റവും കൂടുതൽ വീരപ്പൻ്റെ ഒരു കൂട്ടാളിയായിട്ട് സ്വന്തം അനിയനെ പോലെ പിന്നെ അർജുനേക്കാളും സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഗോവിന്ദൻ. നല്ല പിന്നെ ഒരു അതിന് മാത്രം ഉയരമൊന്നുമില്ല. അതേപോലത്തെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അവര് ആരും കാട്ടിൽ ഒരു മനുഷ്യനെ കണ്ടാലും ഒന്നും ചെയ്യില്ല. പെണ്ണുങ്ങളെ കണ്ടാലോ ഒരു തുണിയില്ലാത്ത ആൾക്കാരെ കണ്ടാൽ തുണി മേടിക്കാൻ പൈസ കൊടുക്കും. ഇന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലും മേടിച്ചോ എന്ന് പറഞ്ഞാൽ ഒക്കെ കൊടുക്കുന്ന ഒരാളായിരുന്നു. കുറെ പൈസയൊക്കെ കിട്ടിയ പൈസയൊക്കെ കാട്ടിന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ തിരയാൻ പോയതായിട്ട് അറിയൂ? തിരയാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. അവന്റെ കൂട്ടത്തിൽ പിന്നെ ഈ ചന്ദ്രനൊക്കെ അറിയായിരുന്നു. ചന്ദ്രനൊക്കെ അവര് തിരയാൻ പോയിന്ന് ഞാൻ പറയുന്നത് കേട്ട്. പിന്നെ ചന്ദ്രനെ മാപ്പുസാക്ഷിയാക്കി അവൻ വെളിയിൽ വന്ന് ഇങ്ങനെ നടന്ന് കൊടുകിൽ നിന്ന് അവൻ മരിച്ചു പോയെന്ന് പറയുന്നു. അവൻ ജീവനോടെ ഉണ്ടോന്ന് അറിയില്ല. അവരും അന്വേഷിച്ചുകൊണ്ടാ നടക്കുന്നത്. വീരപ്പന്റെ സഹോദരൻ ജയിലിൽ വെച്ചിട്ട് പോലീസിന്റെ വെടിവെപ്പില് പോലീസ് വെടിവെച്ചു കൊന്നു ഉള്ളൊരു കഥ ഉണ്ടല്ലോ. ഇല്ല, അത് മാതേശൻ ഈ ഇവന്റെ അണ്ണനൊരു മോനുണ്ടായിരുന്നു. നല്ല അക്കാലത്ത് 10-25 വയസ്സുണ്ടാവും ആ ചെക്കനെ ഉദ്യോഗസ്ഥന്മാർ വണ്ടി കയറ്റി കൊല്ലുകയില്ല ചെയ്തത്. മാതേശിന്റെ അവർ സെൻട്രൽ ജയിലിൽ വെച്ച് പറഞ്ഞതാണ്, എൻ്റെ മകനെയും അവർ കൊന്നു. ഈ ഇവരുടെ വീരപ്പന്റെ ഗേങ്ങിൽ ഏതാൾക്കാരുണ്ടെങ്കിലും സ്വന്തക്കാരും ബന്ധക്കാരെയും ഒക്കെ ഇവര് വെടിവെച്ച് കൊല്ലല് തന്നെ. അതുകൊണ്ട് ഇവരുടെ സ്വന്തക്കാരുണ്ടെങ്കിൽ അവര് ഒക്കെ മാറി നിന്നിട്ട് തമിഴേ വർത്താനം പറയുള്ളൂ. ഇവര് കർണാടക സ്റ്റേറ്റിൽ ജനിച്ച് വളർന്ന ആളാണ് ഈ വീരപ്പനൊക്കെ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഇവര് വന്നു. ഇവന്റെ പെങ്ങളെയും അമ്മേനെയൊക്കെ ഉദ്യോഗസ്ഥന്മാര് വെടിവെച്ചിട്ട് ബലാത്സംഗം ചെയ്ത് ഇട്ടിട്ട് പോയ സമയത്താണ് വീരപ്പന് 12 വയസ്സേ ഉള്ളൂ. ആ കാലത്താണ് പിന്നെ കാട്ടിലേക്ക് കയറിയിട്ട് ഇവന് ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ഈ അമ്മേനെയും പെങ്ങളെയൊക്കെ ഉപദ്രവിച്ച ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊന്നു. പിന്നെ പുല്ലിട്ട് കത്തിച്ച് കളഞ്ഞു. പറഞ്ഞറിവാട്ടോ. പിന്നെ ഇപ്പൊ അവരുടെ സ്ഥലമൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഗോപിനാഥ അവരുടെ ഒറിജിനൽ സ്ഥലം. ഗോപിനാഥപുരം. പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നു. അത് മേട്ടൂർ അണക്കെട്ടിന്റെ താഴെയാണ് ഇവരുടെ സ്ഥലങ്ങൾ കംപ്ലീറ്റും. അതിപ്പോ ഇവരുടെ സ്ഥലം 10-20 ഏക്കർ സ്ഥലമുണ്ട് ചേട്ടനും അനിയനും. ഇപ്പൊ വീരപ്പന് 2 പെൺമക്കളുണ്ട്. പിന്നെ അർജുന് മക്കളുണ്ടോന്ന് അറിയില്ല. ഒരാള് വക്കീലാണ്, ഒരാൾ എന്തോ ചെയ്യുന്നു. വീരപ്പനെ വെടിവെച്ച് കൊന്ന സ്ഥലത്തൊക്കെ എപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്, ഫോട്ടോ എടുക്കും, പൂജ ചെയ്യുന്നുണ്ട്. വീരപ്പനെ ദൈവമായിട്ട് കണക്കാക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ വീരപ്പൻ സ്വന്തമായിട്ട് ഒരു പണിയെടുത്ത ഒരു അമ്പലമുണ്ട്, നെല്ലൂര് എന്ന് പറയുന്ന സ്ഥലമാണ്. അത് രാമപുരത്ത് നിന്ന് പോണം അങ്ങോട്ട്. ആ അമ്പലം ഇവൻ സ്വന്തം ഒരു മാരിയമ്മ അമ്പലം പണിയെടുത്ത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അവൻ പൈസയും ചെലവിനും ഒക്കെ കൊടുക്കും. അവിടെയൊക്കെ വീരപ്പന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്ന് എനിക്ക് தெரியாതെന്നേ പറയുള്ളൂ. ആരും വീരപ്പന്റെ സ്വന്തക്കാരാന്ന് ഇപ്പോഴും പറയില്ല. ഇപ്പോഴും ഉണ്ടോ അവരുടെ ഒരുപാട് ആള്. തട്ടക്കര, താമരച്ചര, അതൊക്കെ മാതേശ്വര വെട്ടത്തേക്ക്. പണ്ടൊന്നും മാതേശ്വര വെട്ടത്തേക്ക് റോഡില്ലായിരുന്നു. കാട്ടിൽ കൂടി നടന്ന് മല കയറുന്ന 3-4 വഴി ഉണ്ടായിരുന്നു. ആ വഴിയുടെ സൈഡിലൊക്കെ ആന ഇഷ്ടം പോലെയുള്ള സ്ഥലങ്ങളാണ്. തട്ടക്കര, താമരച്ചര, ഈ മാതേശ്വര വെട്ട. അവിടെയാണ് ഈ മാതേശ്വര വെട്ടത്താണ് ഈ കർണാടകത്തിന്റെ പോലീസുകാർ വന്ന് തങ്ങുന്ന സ്ഥലം. അതിന്റെ പേര് കേട്ട അമ്പലാണ്. പുരുഷന് ഈ വീരപ്പൻ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഓർമ്മയിലുള്ള സംഭവങ്ങൾ ഉണ്ടോ? വീരപ്പൻ ഓരോ സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ഇതാ പോയിക്കോ, ഇന്ന സ്ഥലത്ത് ഇതാ ഞങ്ങൾ ആനേനെ വെടിവെച്ചിട്ടുണ്ട്, അവിടെ പോർച്ചുമാർ ഇപ്പോൾ വരും, ആ വഴിക്ക് പോകണ്ടെന്നൊക്കെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അന്ന് ചന്ദനത്തിന്റെ ഏർപ്പാടേ ഇല്ല അവന്. അത് അന്നൊക്കെ ആനക്കൊമ്പ് തന്നെയായിരുന്നു അവന്റെ. നമ്മുടെ കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ ചന്ദനം. ഈ പറഞ്ഞ സ്ഥലം കടമ്പൂര് മുതൽ ഗോപിനാഥന്റെ തൊട്ടടുത്ത് വരെ നടന്നു പോയിട്ട് അവിടെയുള്ള ഊരാളിമാരുണ്ട് ഈ കടമ്പൂര്. ആ കടമ്പൂര് ഈ ഊരാളികൾ 10-30 ആൾക്കാരും ഒന്നായിട്ട്
ചന്ദനം വെട്ടി കെട്ടി ഈ വയനാടിന്റെ മുകളിലേക്ക് സുൽത്താൻ ബത്തേരിയിലേക്ക് ഏറ്റവും കൂടുതൽ ചന്ദനം അവിടുന്നാണ് വന്നിട്ടുള്ളത്. ഈ വീരപ്പൻ ചന്ദനം വെട്ടി എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തുള്ള ചന്ദനം മുഴുവൻ അവിടെയുള്ള ആൾക്കാരാണ് ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവരുടെ 1-2 പ്രാവശ്യമൊക്കെ ഓരോ മേച്ചിരിമാരുടെ കൂട്ടത്തിൽ പോകും. പിന്നെ അവർക്ക് മേച്ചിരി പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഈ വയനാടിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചന്ദനങ്ങൾ മുഴുവനും തീരുന്നത്. പിന്നെ ചന്ദനം എന്ന് പറഞ്ഞ് വീരപ്പൻ വെട്ടി എന്ന് പറഞ്ഞ് ആൾക്കാർ വീരപ്പൻ കുറഞ്ഞ ചന്ദനങ്ങളെ വെട്ടിയിട്ടുള്ളൂ. ഒരു 10-500 ആനേനെയും വെടിവെച്ച് കാണും. ഇപ്പൊ 10-20,000 ആനേനെയൊന്നും വെടിവെച്ചിട്ടില്ല വീരപ്പൻ എപ്പോഴും നല്ലവനാന്നാ ഞാൻ പറയുള്ളൂ. എങ്ങനെയാണ് ഈ കാട്ടില് വഴി മനസ്സിലാക്കുക? വീരപ്പൻ പല ശബ്ദങ്ങളും കേട്ടിട്ട്, പക്ഷികളുടെ ശബ്ദം കേട്ടിട്ട് അങ്ങനെയൊക്കെ കഥകൾ കേൾക്കാം. അത് എങ്ങനെയാണ്? രാത്രി ആയാല് ഒരു വീരപ്പന് കൂടുന്ന സമയത്ത് ഒരു പക്ഷിയോ ഒരു കുരങ്ങോ കരഞ്ഞാൽ, ഒരു അണ്ണാനോ ചലിച്ചാല് അവന് മനസ്സിലാവും ഇന്ന സ്ഥലത്ത് എന്തോ അല്ലെങ്കിൽ ആള് വന്നിട്ടുണ്ടെന്ന് അവനറിയാം. ആന നടന്നു വരികയാണെങ്കിലും ഈ മൂളിക്കുരങ്ങുണ്ടല്ലോ, കറുത്ത കുരങ്ങ് അപ്പുറം ഇപ്പുറം ഇവർക്ക് കണ്ടാൽ അപ്പം മൂളും. അതുപോലെ തന്നെ നമ്മൾ പകലൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അണ്ണാന് ചലിക്കും. പിന്നെ ഈ വീരപ്പനൊരു പതിവുണ്ട്, ഒരു 32 കല്ലാണ് ഒരു ഇത് കുന്നിക്കുരു ഇല്ലേ, കുന്നിക്കുരു അവരുടെ കയ്യിൽ എപ്പോഴും കാണും. 32 കുന്നിക്കുരു ഉണ്ടാവും. ആ കുന്നിക്കുരു ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓരോന്നും മുമ്മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ട് പറയും, ഇന്ന് ആ വഴിക്ക് പോയാൽ അത് ശരിയില്ല, അത് നാളെ പോകാന്ന് പറഞ്ഞ് അവർ വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കും. അതുപോലെ മഴ പെയ്യണ ഒരു കൊത്തി ഉണ്ടല്ലോ, അത് മഴയത്ത് മനുഷ്യന്മാരെ കാണുമ്പോൾ കരയുന്ന മരം കൊത്തി, അത് ചലിച്ചാല് അപ്പൊ അവന് മനസ്സിലാവും ഒരാളുണ്ട്. അപ്പൊ അവര് അപ്പുറത്തേക്ക് മാറും. അങ്ങനെ ഓരോ ലക്ഷണങ്ങൾ അവന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ജലദോഷം, തലവേദന ഒക്കെ വന്നാൽ ഓരോ പച്ചമരുന്ന്, ആ പച്ചമരുന്നൊക്കെ എനിക്കിപ്പോഴും അറിയാം. മഞ്ഞപ്പിത്തം കാട്ടിൽ വന്നാൽ മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് ഒക്കെ അവൻ അരച്ചു കൊടുക്കണതാണ്. അവസാനം ഇവൻ പെടാൻ കാരണം അവന് തിമിരം വന്നു പോയി. തിമിരം എങ്ങനെ ചെയ്താലും ഓപ്പറേഷൻ ചെയ്യണമല്ലോ. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഇവന് വെടിവെച്ചതെന്ന് പറഞ്ഞത്. തമിഴ്നാട് ആംബുലൻസ് വെടിവെച്ചത്. അർജുനൊക്കെ നേരത്തെ തന്നെ ഇവിടെ കൊല്ലക്കാലം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈസൂർ റോഡിന്റെ അവിടെയൊക്കെ വെച്ച് ഉദ്യോഗസ്ഥന്മാർ സൈനൈഡ് കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്, 4 ആളെ. പിന്നെ അവരാകെ 6 ആളായി. അതിൽ ഒരാള് ഇവിടെ നിന്നും മരിച്ചും പോയി. പിന്നെ 5 ആളെ ഉണ്ടായിരുന്നു. 5 ആളും കൂടി ഈ വീരപ്പൻ പറയും, ഞാൻ ആമ്പിളിയായിരുന്ന മീശ വേണം, മീശ ഇല്ലാട്ടിരുന്ന ആമ്പിളിയില്ല പൊമ്പിളി എന്ന് പറയും. അങ്ങനെ മീശ വെട്ടൂലായിരുന്നു. മീശയൊക്കെ വെട്ടിച്ച് ഈ ഇവരുടെ പോലീസുകാരൻ ഇവന്റെ കൂടിയിട്ടുണ്ടായിരുന്നു, ഒരു CID. ആ CID ആണ് ഇവനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ 4 ആള് വരുന്നുണ്ടെന്ന്. അങ്ങനെ അവിടെ വെച്ചിട്ടില്ലേ വെടിവെച്ച് കൊന്നത്. പിന്നെ ഞാനൊരു 10 പൈസ സമ്പാദിച്ചിട്ടില്ല. ഒരു 10 പൈസ ഇപ്പം ഞാൻ 4 സെന്റിൽ താമസിക്കുന്നത്. ഒരു പൈസ ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കാൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ആനവേട്ടക്കാരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ആടി വരുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ ഒരാൾക്ക് കയ്യോ കാലോ തളരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിരാന്ത് പിടിക്കാം മക്കൾ ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ ഞാൻ ചിക്കാറിന് വീട്ടിലായിരിക്കും എന്നെ പോർഷന്മാർ പിടിച്ച് തല്ലിയൊരു ഗതികേടാക്കിയത് കാലില്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുറ്റങ്ങൾ ചെയ്താൽ ദൈവം തരുന്ന ഒരു ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. കുറേ ഞാൻ പറഞ്ഞില്ല, 22 വർഷം കേസ് പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പൊ ആനേനെ വെടിവെക്കാൻ പോകുന്നവരൊന്നും രക്ഷപ്പെടില്ല.